by Chungat Jewelry. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് മെഡിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. മെഡിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈവ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. കോഴിക്കൂടുകളിൽ കഴുത്തറുത്ത് കൊലപാതകം. ചേലാമറ്റത്ത് കുറുനരികളുടെ വിളയാട്ടം എന്ന ഭീതിയിൽ നാട്ടുകാർ. രാവിലെ കോഴിക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കോഴികളെല്ലാം ചത്തുകിടക്കുന്നു. പലതിന്റെയും കഴുത്ത് അറുക്കപ്പെട്ട നിലയിൽ, ശരീരമാകെ കടിച്ചു കീറിയതായും കാണാം. ബലമുള്ള ഇരുമ്പുകൂടുകളിൽ അടച്ചിട്ടിരുന്ന കോഴികളെയാണ് കൊന്നിരിക്കുന്നത്. ഇതാണ് അക്രമകാരികൾ കുറുനരികളെന്ന സംശയം കർഷകരെ ബലപ്പെടുത്തുന്നത്. എൻ്റെ പേര് മർഗരീത്ത, ചേലാമറ്റത്താണ് വീട്. ഇത് 2ാമത്തെ പ്രാവശ്യമായി ഞാൻ 3-4 കോഴികളെ വളർത്തുന്നുണ്ട്. 2 മുട്ടയിടുന്ന കോഴികളെ മുമ്പ് ഒരിക്കൽ വന്ന് ഞാൻ കൂട്ടില് വലക്കകത്ത് വിട്ടിട്ടാണ് പുറത്തു പോവാറ്. അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പുറത്തു പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് 2 കോഴികളെ കൊന്നുകൂട്ടി തന്നെ ഇട്ടിരുന്നു. ഇതിപ്പോ 2ാമത്തെ സമയം. ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ പോയിട്ട് വന്ന് കോഴികളുടെ റൊട്ടീൻ പരിപാടികളുണ്ടല്ലോ, ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോ കൂട് തുറക്കാൻ ചെന്നപ്പോ 3 കോഴിക്കുഞ്ഞുങ്ങളെ കൂടിനകത്ത് കൊന്ന് ഇട്ടിരിക്കുന്നു. ചിന്നിച്ചിതറിയ രീതിയിലാണ് അതുങ്ങളുടെ അവശിഷ്ടങ്ങൾ കൂടിനകത്ത് കിടക്കുന്നത്. എന്ത് സംഭവിച്ചു എന്നൊരു പിടിയില്ല. അപ്പൊ കുറുനരികളുടെ ഒരുപാട് ശല്യം നാട്ടുകാരുടെ ഇടയിലുണ്ടെന്നുള്ള പൊതുവെ പല അനുഭവങ്ങളും പലരും പങ്കുവെച്ചതായിട്ട് എനിക്കും അറിയാം. ഈ 2-3 ദിവസത്തിന് മുമ്പ് എൻ്റെ നാത്തൂൻ ഷൈജിയുടെ 3 കോഴികളെയും ഈ രീതിയിൽ കൊണ്ടുപോയി. അത് ഈ 2 കോഴിക്കുഞ്ഞുങ്ങളെ നിർത്തി. 2 കോഴിക്കുഞ്ഞുങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്കിപ്പോ ഒരു ഐഡിയ ഇല്ല. കൂടിന്റെ നടുവിൽ ഒരു കമ്പി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ കയറിയിരുന്നു. ഇത് ഇരുമ്പിന്റെ കൂടാണ്, നല്ല അകലമൊന്നുമില്ല അതിന്റെ അഴികൾക്ക്. നല്ല ബലമുള്ള ഇരുമ്പിന്റെ കൂടാണ്. അത് എങ്ങനെ ഇനി സംഭവിച്ചു എന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ കൂട് തുറന്നിട്ടില്ല. അവർക്ക് ഇരുമ്പിന്റെ കൂടായതുകൊണ്ട് ഈ കുറുനരിയാണോ പട്ടിയാണോ എന്താണെന്ന് അറിയില്ല. അവർക്ക് കൂട് തുറക്കാൻ ഒരു കാരണവശാലും സാധിച്ചിട്ടില്ല. കൂട് തുറക്കാതെ അതിന്റെ അടിയിൽ നിന്ന് കാലിൽ പിടിച്ചു വലിച്ചോ എങ്ങനെയാണെന്നുള്ളതാണ് സംശയം. കാരണം കുഞ്ഞുങ്ങളുടെ അവശിഷ്ടം കൂടിനകത്താണ് കിടക്കുന്നത്, ചിന്നിച്ചിതറിയ രീതിയിൽ. അവർക്ക് മൊത്തത്തിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അപ്പൊ എന്റെ ഒരു ഊഹം, അടിഭാഗത്ത് നിന്ന് കാല് പിടിച്ചു വലിച്ച് അപകടപ്പെടുത്തിയതാവാനാണ് ചാൻസ്. അതാണ് എന്റെ ഒരു ഊഹം. കണ്ടില്ലല്ലോ നമ്മള് രാത്രിയല്ലേ, നമുക്ക് ഭയങ്കര പട്ടിയോരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് പുറത്തിറങ്ങി നോക്കിയില്ലായിരുന്നു. രാവിലെയാണ് ഇത് കാണുന്നത്. പ്രദേശത്ത് ഇടയ്ക്കിടെ കുറുനരികളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. കോഴികൾക്ക് പുറമെ ആടുകളും ആക്രമണത്തിന് ഇരയാകാറുമുണ്ട്. ഇത് സംബന്ധിച്ച് ആരോട് പരാതി പറയുമെന്നോ നഷ്ടം ആര് നികത്തുമെന്നോ അറിയാതെ വിഷമിക്കുകയാണ് വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവർ. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടൊന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. എല്ലാവരും ഡിസൈൻ ട്രഡീഷണലാ. ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യമല്ലേ. MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി.